നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു ചീസി ഗാർലിക് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അതുപോലെ തന്നെ സാൾട്ടഡ് ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർക്കുന്നത്. അങ്ങനെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റാവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. അത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആക്കണമെങ്കിൽ അതുവരെ ആക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഒറിഗാനോയും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ സോൾട്ട് ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് കൊറിയാണ്ടർ മിക്സാണ് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ബ്രെഡിൻ്റെ മുകളിലേക്കും ചേർക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചീസാണ് ചേർക്കുന്നത്. ചീസും ചേർത്ത ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചീസൊക്കെ മെൽറ്റായി വരുന്നത് കാണാം. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഒറിഗാനോയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം പാനിൽ നിന്നും എടുത്തു മാറ്റും. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചീസി ഗാർലിക് ബ്രെഡ് ഈവനിങ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെയാണ്. ചീസൊക്കെ വലിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 2 ബുൾസയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനത്തെ ഫ്രൈഡ് എഗ്ഗിൻ്റെ മുകളിലേക്ക് അല്പം പെപ്പറും അതുപോലെ തന്നെ സാൾട്ടുമാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സണ്ണി സൈഡ് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക്